ഗുഡ് മോർണിംഗ്. നമ്മളെവിടാന്നറിയോ? മരത്തിന്റെ മുകളിലാണ്. ഗൈസ്, നമ്മൾ ട്രീ ഹൗസിലാണ് സുഹൃത്തുക്കളെ. ഇന്നലെ ഫസ്റ്റ് ടൈം നമ്മൾ ട്രീ ഹൗസിൽ. ഇന്നലെ ഇത് മൊത്തം ഇതല്ലേടാ തേയിലല്ല, സോറി, പിന്നെ ഏലം തേയിലെന്ന് ഏലം. ഇന്നലത്തെ വീഡിയോ കണ്ടവർക്കറിയാം. നമ്മൾ ഇന്നലെ കോട്ടയത്ത് ഷൂട്ടുണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടുന്ന് വാഗമൺ പോയി ഗൈസ്. അറിയാലേ, നേരെ ഇങ്ങോട്ട് പോകണ്ട, ഇനി ചൂടൊക്കെ അല്ലേ, നമുക്കൊന്ന് കൂളാവാം എന്ന് പ്രതീക്ഷിച്ചാണ് നമ്മൾ വാഗമൺ പോയത്. വാഗമണ്ണൊക്കെ മുട്ടൻ ചൂട്, ഒരു രക്ഷയില്ലാത്ത ചൂടില്ലേ മൃദുലേ? അതെ, പക്ഷെ എന്നാലും വാഗമൺ ടൗണിൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി ഉള്ളിലോട്ട് പോയപ്പോഴും അവിടെ ഭയങ്കര ചൂടായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ നമ്മുടെ മൂന്നാർ പിടിച്ച്. മൂന്നാർ റോഡെന്ന് പറയുമ്പോൾ നമ്മൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ ഏതൊക്കെ റൂട്ടാണ് വന്നേ? കുമളി ഹൈവേ ആയിരുന്നു വന്നേ. കുമളി ഹൈവേ, അതായത് നമ്മൾ താഴെ ഇറങ്ങി നമ്മുടെ നെടുങ്കണ്ടം ആ സ്ഥലത്തൂടെയൊക്കെ കുറേ ഹെയർ പിന്നുകളൊക്കെ കയറി നമ്മൾ നേരെ ബൈസൺ വാലി, അതായത് രാജാക്കാടും കഴിഞ്ഞ് ബൈസൺ വാലി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്നു കേട്ടോ. വാഗമണ്ണിന്ന് ഏതാണ്ട് 120 കിലോമീറ്റർ ഉണ്ടായിരുന്നു ബൈസൺ വാലി. ഇതിനി ഒരുപാട് ഉള്ളിലേക്കാണ്. ഇവിടെ അടുത്താണ് നമ്മുടെ കമ്പം, തേനി, തമിഴ്നാട് അടുത്താണ്. നമ്മളിവിടെ റൂം എടുത്തു. റൂം കാണുന്നില്ല, ഇവിടെ ഫുള്ള് ഇതേ ഏലക്കയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. അമ്പൂട്ടാൻ നല്ല ഉറക്കമാണ് ഗൈസ്. ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു ഇല്ലേ? നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞ മൂന്നാറും ഇപ്പം തണുപ്പുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എന്തായാലും വാഗമൺ നമ്മൾ പോയ ആ ദിവസം തണുപ്പൊന്നുമില്ല, നല്ല ചൂടായിരുന്നു. നമ്മളെ ട്രിവാൻഡ്രം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് ഒരു പ്രോപ്പർട്ടി. ഇത് ഫുള്ള് എത്ര 30 ഏക്കർ കേട്ടോ. ഇത് കിടക്കുന്ന നമ്മുടെ വണ്ടി ഗൈസ്. കുഞ്ഞിൻ്റെ വെള്ളവും കുപ്പി അതിനകത്താട്ടോ. ഇനി വന്നിട്ട് അത് എടുക്കണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട് തുടങ്ങാം. ഞാനൊരു വെള്ളയപ്പം, ഒരു ചെറിയ പീസ് പൂരി, ഒരു ഇഡലി, കുറച്ച് പയറുകറി, പ്രോട്ടീൻ കുറച്ച് നമ്മുടെ വെള്ളക്കടല, പിന്നെ കുറച്ച് സോസേജ്, പിന്നെ മൃദുലയ്ക്ക് ബ്രെഡ്. ഇവിടെ ഫുള്ള് നോർത്ത് ഇന്ത്യൻസ്. അതുപോലെ തമിഴ്നാടിന് അടുത്തല്ലേ. തമിഴ്നാട്ടുകാർ എനിക്കൊന്ന് മൂന്നാറ് വരുന്നതിനെക്കാട്ടി എളുപ്പം ഇവിടെ കയറാൻ പറ്റും. നമ്മുടെ കമ്പം തേനി കയറിയ ഈ പ്രോപ്പർട്ടി പെട്ടെന്ന് എത്താം. വിഷയം വ്യൂ കേട്ടോ, അടിപൊളി. മൃദുല എന്തൊക്കെ എടുത്തേ? സെയിം സാമ്പാർ അല്ലേടേ? സാമ്പാർ ഉണ്ടെങ്കിൽ ഒരു വൈബുള്ളൂ കേട്ടോ. ആൻഡ് ചായ. അമ്പൂട്ടി ഒയ്യോ മയങ്ങി. അച്ചോ, ഉറക്കം വീഴത്തില്ല. അമ്പൂട്ടനെ ഉണന്നു കേട്ടോ. ഈ സാധനം എവിടുന്ന് ആടിയത്? ഈ ജീവി ഇന്നേ വരെ ഞാൻ കണ്ണി കണ്ടിട്ടില്ല കേട്ടോ. ഇത്രേ ശബ്ദം ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഇപ്പം കേൾപ്പിച്ചു. സൈലന്റ്. കണ്ടോ എന്ത് ശബ്ദമല്ലേ? ഇത് നമ്മുടെ ഫ്ലോറ. ഒരെടുപ്പും കൂടി ഉണ്ട്. മൊത്തം തീർത്തെടുക്കും. അപ്പൊ ഒരു വർഷം എത്ര വട്ടം എടുക്കും? 6 ട്രിപ്പ് എടുക്കും. 5 എടുത്തു. ആണോ? മൊത്തം കായായിരിക്കും. ആദ്യത്തെ കായ് എന്ന് പറഞ്ഞാല് ഈ മുന്തിരിത്തോപ്പിലെ ഈ മുന്തിരിപ്പഴം കിടക്കുന്നില്ലേ, അതുപോലെ കാണും. അതെ, ഇവിടെ മൊത്തം എത്ര ഏക്കറുണ്ട് പ്രോപ്പർട്ടി ഇതിനകത്ത്? 20 ഏക്കർ. 20 ഏക്കറിൽ നമ്മളെ ഏലം ഉണ്ട്. 20 ഏക്കറിൽ ഒരു 19-18 ഏലമുണ്ട്. ഓ, 40 ലക്ഷം രൂപ. 40 ലക്ഷം. അല്ല, ഞാൻ ഡൗട്ട് നോക്കിട്ടെ. ഇതിപ്പം ഈ ഒരു ഏലം ചെടി എത്ര നാളെ നിൽക്കും? പിന്നെ നമ്മളിത് വെട്ടി ലൈക്ക് ഒരു ഇല്ല, ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് എടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പം ഈ ചെടിയൊക്കെ വെച്ചിട്ട് ഒരു ഏകദേശം 30 കൊല്ലത്തിന്റെ മുകളിൽ കാണും. 30 കൊല്ലോ?
എടാ ഇത് 30 വർഷമായി കാണുന്നു. ഇത് 30 വർഷമായാലും ഇത്രേ ആവത്തുള്ളൂ. നോക്കുമോനെ, ഒരു വർഷത്തിന് ഈ മൂത്തതൊക്കെ ഒരു കൊല്ലാകുമ്പോൾ കരിഞ്ഞ് ഇങ്ങോട്ട് ചായും അത് കവാത്ത് ചെയ്യും. ചെമ്പടിച്ച് കയറി വരും. ഇതിൻ്റെ അടിയിൽ കൂടി വേറെ സാധനം കയറി വരും. അപ്പം ഇതൊക്കെ അടുത്ത കൊല്ലാകുമ്പോൾ പോവും. തന്നെ ചാഞ്ഞോളും. കട്ട് ചെയ്ത് അതിൻ്റെ ചൂട്ടി കൂടി കയറി വരും. ഇതാ ചെമ്പ് കേട്ടോ. ചിമ്പ്. ഇതിപ്പോൾ കട്ട് ചെയ്തു. ഇതൊക്കെ അല്ലേ, ഇതൊക്കെ പുതിയ ഇതല്ലേ വരുന്നത്? നാമ്പ് വരുന്നത് അത് കായാണ്. ഇതാ പുതിയത്. ഓ ഇതാണ് പുതിയത്. പുതിയത്. അപ്പം ഇത് അടുത്ത കൊല്ലം ഇത് പോവും. ഇതൊക്കെ ഇതുപോലെ ആകും. ഓക്കെ. പഴയത് ഇതേപോലെ ചാഞ്ഞു പോവും. അതേപോലെ പോകും. കവാത്തി. ഓക്കെ ഓക്കെ. ചേട്ടൻ്റെ പേര്? ശ്രീനിവാസൻ. ഇവിടെ തന്നെ ഉള്ളതാണോ? രാജാക്കാട്. കൊളുക്കുമല. നമ്മുടെ വീട്ടിൽ വരെ പോകേണ്ടത്. ആണോ? ഓക്കെ. താങ്ക് യു ഏട്ടാ, താങ്ക് യു. കൊളുക്കുമല പോയില്ല. ഇല്ല, നമ്മൾ ഇന്നലെ വാഗമണ്ണിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വരുക. എടി എനിക്കത് അറിയത്തില്ലായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇടുക്കിയിലുള്ളവർക്കും മൂന്നാറുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഈ ഏലക്കയെ പറ്റിയും കുരുമുളകിനെ പറ്റിയൊക്കെ നല്ലോണം അറിയാം. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കുറേ പേര് കാണും. ഞാനും വിചാരിക്കുന്നത് ഇത് ഒരു സീസൺ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചാൾ കഴിയുമ്പോൾ ഇത് വെട്ടിയിട്ട് വേറെ നടുവോ, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. നിനക്കും അങ്ങനെ അല്ലായിരുന്നോ? 30 കൊല്ലമൊക്കെ പഴക്കമുണ്ടോ നിനക്ക് അറിയാമായിരുന്നോ? നീ പറഞ്ഞ കേട്ടോ 40 ലക്ഷം രൂപയുടെ ഏലക്ക വിറ്റെന്ന്. ഈ വട്ടം അത് മൊത്തം എത്ര ഏക്കർ എന്ന് പറഞ്ഞാൽ 17 ഏക്കറിലുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഈ 40 ലക്ഷം കണക്ക് പറഞ്ഞത്. അയ്യോ ലോക്കായി എടി, ലോക്കായി തൊറേടി. ഇത് എന്റെ ഫ്ലോറയാ. ഇത് എന്റെ ഫ്ലോറയാ. തുടക്കടി. സ്വാഗതം ഗൈസ്. ഇതിപ്പോ നിങ്ങൾ നോക്കണ്ട, ഇത് പല രീതിയിൽ നമ്മുടെ രീതിയിൽ കസ്റ്റം ചെയ്തൊരു റൂമാണ്. ഇവിടെ കിടന്ന ഈ സാധനം എടുത്ത് മേലിയിട്ട്, കാരണം അമ്പൂട്ടന്റെ ഇവിടെ നല്ലൊരു കുഴിയാ. അവിടെ അയ്യവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതെടുത്ത് മേലിയിട്ട്, പിന്നെ ഇവിടെ ഇരുന്ന ഡൈനിങ് ടേബിളും എടുത്ത് മേലിയിട്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിരിക്കുക. അതും ഈ കൊടുത്ത കെട്ടവൻ കാരണം. ഇവിടെ എല്ലാം ടച്ച് സിസ്റ്റമാണ്. ഒന്നുകൂടെ ഐസ്. അപ്പം ഇതാണ് നമ്മുടെ റൂം. ഇത് നോക്കണ്ട, ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്യാനായിട്ട് ക്യാമറയും കാർഡും ഇതും എല്ലാം കോപ്പി ചെയ്യാനായിട്ട് എടുത്ത് വെച്ചേക്കും കേട്ടോ. ഐസ്, അപ്പോ ഇതാണ് നമ്മുടെ റൂം. നല്ല അടിപൊളി സോഫ്റ്റ് ഒരു മെത്ത അല്ലേ മൃദുലേ? ഇന്നലെ കിടന്നുറങ്ങി. അയ്യോ സുഖമായിട്ട് കിടന്നുറങ്ങി. മെനങ്ങാത്ത ഉറക്കവും പിന്നെയും കിടപ്പുണ്ടായിരുന്നു. ആൻഡ് ഇത് പറഞ്ഞില്ലേ, ഇവിടെ ഫുൾ നമുക്ക് ടച്ചാണ്. എടീ ഇവിടെ തുറന്ന കറക്റ്റ് തുറക്കൂലേ? ഏതായിരുന്നു? കണ്ടോ സെറ്റ്. അല്ലല്ല ഇല്ല, ആര് പറഞ്ഞു? ആണ്ട ക്ലോസിങ് അതിൽ തന്നെ ഒന്നുകൂടി ഞെക്കിയാൽ മതി, ക്ലോസിങ് ആവും. ഗൈസ് വ്യൂ എങ്ങനെയുണ്ട്? മേലൊക്കെ പ്രോപ്പർട്ടി ഉണ്ട്. നോക്ക്, ഇരിക്കാനായിട്ട് ഒരു ഫുഡ് കഴിക്കാനായിട്ട് ഒരു ചെറിയ വുഡന്റെ ടേബിൾ ഉണ്ട്. പിന്നെ ഒരു ഹാൻഡ് വാഷ് ഏരിയ ഉണ്ട്. ബാത്റൂം ഒക്കെ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ. നല്ല അടിപൊളി ഒരു ബാത്റൂം സെറ്റ്. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ട്. പിന്നെ ട്രീ ഹൗസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വലിയ സ്പേസ് പ്രതീക്ഷിക്കരുത്. കാരണം അയ്യോ ഇത് കാണിച്ചില്ല ഞാൻ. ഒരു മുതുക്കൊരു മരം വണ്ണം നോക്ക്. എനിക്ക് പിടിച്ചേ, എനിക്ക് നിന്നാ എത്തൂല. അമ്മാതിരി ഒരു മരം. ഇതിലാണ് നമ്മള് നിക്കുന്നത്. സത്യം. ഇത് പോയാ പീസോ പീസൊന്നും ഇല്ലല്ലോ. എന്നിട്ട് കുറച്ച് വിറകിന്റെ പീസ് ഉണ്ടെന്ന് തർക്കുത്തരം പറയൂ. ഇടയ്ക്ക് വിട്ടോ, അവന്റെ മുഖം എടുക്കുന്നുണ്ട്. രാവിലെ ഇഡലി രണ്ടു നിന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ കലിപ്പ് ലുക്ക്. മറ്റേ എന്തായിരുന്നു? കത്ത 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 പറ. നൈസ്. റിലാക്സിംഗ് മൂഡാണ്. ഇന്ന് കുറച്ച് ജോലിയുണ്ട്. ജോലി തീർത്തിട്ടാണ് നമുക്ക് ഇറങ്ങാൻ. റെസ്റ്റ് മാറ്റിയോ?
റെസ്റ്റ് എടുത്ത് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ആവണം. ഗൈസ്, അപ്പൊ നമ്മുടെ രാജാക്കാട്ടിലെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ അതെ അതെ, അടിപൊളിയാണ്. നമ്മള് ഇന്നലെ ട്രീ ഹൗസും ഇന്ന് ഇപ്പൊ ഇവിടെ താമസിക്കുന്നില്ല, നമ്മൾ നാളെ പോകത്തുള്ളൂ. അപ്പം ഇത് വുഡൻ ഹൗസ് കേട്ടോ. അപ്പൊ രണ്ടിടത്ത് എക്സ്പീരിയൻസ് ഇവിടെ കുറച്ചുകൂടി നല്ല വ്യൂ ഉണ്ട്. അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറി കേട്ടോ. ആ സേഫ് കുറവ്, നമ്മൾ എപ്പോഴും അവന്റെ പുറകെ അടക്കേണ്ടി വരുന്നത്. ഈ സൈഡ് മൊത്തം 2 ട്രീ ഹൗസ് ഉണ്ട് കേട്ടോ. ട്രീ ഹൗസ് അല്ല, വുഡൻ ഹൗസ് 3 ഉണ്ട്. അടിപൊളി റൂം കേട്ടാ, സെറ്റപ്പ് റൂം, ഫുള്ള് വുഡൻ സെറ്റപ്പ്. 2 റൂം ടൂർ ആയി ഇന്ന്. ഇത് കൊള്ളാം കേട്ടോ അല്ലേ? സ്പേസ് കുറവാ, കുഞ്ഞു കപ്പിൾസ് ഒക്കെ ആയിട്ട് പോകുമ്പോ സെറ്റാ. എല്ലാം നിരപ്പായ സ്ഥലമാണ്. നമുക്ക് അവിടെ ഒരു മിനി ഫ്രിഡ്ജ് ഉണ്ട്, ഇരുന്ന് വർക്ക് ചെയ്യാൻ ഒരു ചെറിയ ടേബിൾ ഉണ്ട്. പിന്നെ അതെ ഇവിടെ അടിപൊളി ഒരു വിൻഡോ ഉണ്ട്. വിൻഡോ കൂടെ നോക്കുമ്പോൾ ഫുള്ള് മലയാളാട്ടോ, അടിപൊളി. അതെ അടിപൊളി ഒരു ബാത്റൂം ഗൈസ്. മോനെ അടിപൊളി ബാൽക്കണി കേട്ടോ, രക്ഷയില്ല. ആഹാ, റിമോട്ടുകൾ എല്ലാം പുറത്ത് ചാടുന്നുണ്ടല്ലോ ഓരോന്നായിട്ട്. ഗൈസ് ഫുഡ് എത്തി ഗൈസ്. മൃദുലയ്ക്ക് മട്ടൺ ബിരിയാണി അമ്പൂണും, എനിക്ക് നമുക്ക് ചോറ്, മീൻകറി, കരിമീൻ, വെറും കരിമീൻ പൊരിച്ചത്, ഇതൊക്കെയുള്ള കേട്ടോ. ജ്യൂസ് നിങ്ങൾക്കാ കുറെ നാളായി കേസ്. നല്ല മീൻകറി. നമ്മള് വീട്ടിൽ നിന്ന് നല്ല അടിപൊളി മീൻകറി വെച്ചായിരുന്നു. ഇത് ചൂരയാന്ന് തോന്നുന്നു കേട്ടോ. യെസ്, ചൂരയല്ല, ചൂരയാണോ? ചൂര നല്ല ചൂര തേങ്ങ അരച്ച കറി. ചെമ്പാതി ചോറി ഉണ്ടായിരുന്നെ സെറ്റായനെ. നല്ല കൊടംപുളി, പിന്നെ നമ്മളെ കരിമീൻ ഫ്രൈ. അടിപൊളി. ഓ കരിമീൻ സെറ്റ് കേട്ടോ. അമ്പുമാ, അയ്യോ ഞാൻ കണ്ടില്ല. അമ്പുഞ്ഞുമാ കരിമീൻ. അയ്യ അത് ചോറും ചൂരയും, ഇത് കരിമീൻ. ബാ ബാ ബാ. ഓ വലിയ താല്പര്യം. എടാ നീ തിന്നണ്ട കരിമീൻ, ഞാൻ തിന്നോളാം. എപ്പിടി ഇருக்கு? സത്യം അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഉറക്കമൊക്കെ കഴിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസിന്റെ മണം അടിച്ചപ്പം ഇവിടെ ഒരു ചട്ടമ്പി ഉണർത്തിട്ടുണ്ടേ. ഓ മുഖം ഇരിക്കും നോക്ക്, കലിപ്പാ. അല്ല ഇപ്പം കൊടുക്കാൻ അവന് കളിക്കാൻ. അമ്മച്ചി പറയാ ഒന്ന് കൊടു കേട്ടാ ഡ്രോൺ എന്ന്. ഇനി അവന് കളിക്കാൻ അവന് ഡ്രോൺ കൊടുക്കൂല്ലേ? അവൻ പിടിച്ച അതിന്റെ ചിറക് വല്ല ഒടിച്ച അത് കാറ്റടിച്ച ഒടിയുന്ന ചിറക് അത്രേ ഉള്ളൂ. എത്ര 250 ഗ്രാം സാധനമാ. അവനിപ്പോ അതിനെക്കാട്ടി ആരോഗ്യമുണ്ട്. എനിക്ക് എന്റെ കുഞ്ഞിന്റെ സന്തോഷമാണ്. നിനക്ക് എന്റെ കുഞ്ഞിന് സന്തോഷം വലുത്. അത് വല്ലാത്തൊരു കുണമാണ് കേട്ടോ. കേട്ടോ അമ്പു തേര് നടന്നു. എടാ അവന് വയറ് കുടവയറ് കൊറേട്ട്. അതൊക്കെ പറ്റും. വാ പിള്ളേർ ഇപ്പോഴേ നടന്ന് ശീലിക്കണം പിള്ളേര്. വാ നടക്കണ്ടേ? വയറ് വെപ്പിക്കുന്ന പാട് ബാക്കിയുള്ളവർക്ക് അറിയാം. അത് ചൂടുള്ളതുകൊണ്ട് ഇച്ചിരി നടന്നു. വലിയ ചൂടില്ല കഴിച്ചു പറഞ്ഞില്ലേ ചൂടുണ്ട്. അല്ല അവന്റെ കുഞ്ഞു കാലല്ലേ. വേറെ എടുത്ത് എനിക്ക് അറിയായിരുന്നു തറയിടുവെന്ന്. വേറെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്. അത് തീർന്നില്ല കേട്ടോ, റൂമിൽ പോയി എടുക്കണം. ഇതിന് തറയിടത്തില്ല. ഇല്ല ഫുഡ് അങ്ങനെ അവൻ തറയിടത്തില്ല. ഇല്ല ഇത് കഴിഞ്ഞ അടുത്ത വർഷം പോയതാ. കുത്തുതേരിയാണ്. കുത്തുതേരി എന്ന് പറഞ്ഞാൽ കുത്തുതേരിയാ. ആ ഫുള്ള് ആ അൾട്ടോ ഉണ്ടോ, അൾട്ടോ എവിടെയും കയറി പോവും. AC ഓഫ് ആക്കിയാൽ മതി. അത് മൊത്തം ഈ ഹോട്ടലിലെ ലോണ്ടറി അതാണ്. പുതപ്പും മെത്ത അത് കുത്തി കയറ്റി വെച്ചിരിക്കുന്നു. ബാക്ക് താന്നിരിക്കുക.
അതാണ് അൾട്ടോ മോളെ, അൾട്ടോ. അൾട്ടോ ഫാൻസ് ഇവിടെ കമോൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു വണ്ടി, നല്ല രസമാണ് കാണാൻ. അൾട്ടോ പഴയ 800 ഉണ്ട്. അതാടാ സുസുക്കിയുടെ വണ്ടികൾ, അന്നത്തുള്ള വണ്ടികൾ ഇപ്പോഴും ഓടുന്നുണ്ട്. കുറച്ച് ഏലക്ക കുറച്ച് വീട്ടിൽ കൊണ്ടുപോകാം. ഇതിന് വിളയുണ്ടല്ലേ, പക്ഷെ നീ നോക്ക്, നമ്മളെ കൈ കിട്ടുന്ന ഏലക്കാട്ടി ഈ ഏലക്ക് മണമുണ്ട്. പച്ചക്ക് ഭയങ്കര മണം. എന്റെ മോനെ തിന്നാൻ തോന്നുന്നു. നമുക്ക് കുറച്ച് ഏലകൃഷി എവിടെയെങ്കിലും തുടങ്ങിയാലോ ആലോചിക്കാം. ഭയങ്കര ലാഭമാണ്. അതെ, ഏലക്ക് തണുപ്പ് വേണം കേട്ടോ. നീ പിന്നെ AC ചുറ്റും AC വെച്ച് കൊടുക്കേണ്ടി വരും. പിന്നെ ഇവിടെ മൂന്നാറൊക്കെ എവിടെ വാങ്ങാനോ? ഇനി എന്തെങ്കിലും വിൽക്കാണ്ടോ? വിൽക്കാവുന്നില്ല, ഓള് വിറ്റതൊക്കെ അതിന് വാങ്ങിച്ചു തന്നിട്ട് മതി. അമ്പൂന്റെ സ്നഗ്ഗി ഉണ്ട്, മതിയോ? എടാ ഇറങ്ങടാ അങ്ങോട്ട്. നീ നിന്റെ മോനെ ഇറക്കത്തും ഇറക്കൂല, കേട്ടത്തും ഇറക്കൂല. ഇനി പിന്നെ എവിടെ ഇറക്കുന്ന? നിരപ്പത്ത് മൂന്നാർ നിന്റെ ആരും ഉണ്ടിരിക്കുന്ന നിരപ്പ് പൂളി ഇറക്കാം. എൻ്റെ iPhone 17 Pro ഞാനിപ്പോൾ എടുത്തതേ ഉള്ളൂ, പുതിയതാ, കുറച്ച് ആളായതേ ഉള്ളൂ. എങ്ങനെ എനിക്ക് ഫോൺ വാഴത്ത് ഇതിനകത്തെ സാധനം തള്ളിയിട്ട് പൊട്ടിക്കുന്നേ? എന്റെ ഡ്രോൺ വീണിട്ടുണ്ട്, ക്യാമറ വീണിട്ടുണ്ട്, എന്തൊക്കെ വീണിട്ടുണ്ട്. എന്റെ കയ്യിൽ നിന്ന് അറിയാതെ സ്ലിപ്പായി. എന്തൊക്കെ സ്ലിപ്പായതാ ഈ കോൺക്രീറ്റ് തറയില് പോയി. എന്റെ കയ്യിൽ നിന്ന് ബെഡിലൊക്കെ വീഴൂ. കുഞ്ഞു ഫോണായത്, ഇങ്ങനെ മറിഞ്ഞു പോയി ഗൈസ് ഫോൺ. കുഞ്ഞിനെ തറയല്ലേ? അത് നോക്കാൻ എനിക്കറിയാം. നിനക്ക് എന്റെ ഫോൺ നോക്കാൻ അറിയത്തില്ല? ഇല്ലേടി പിണക്കാണോ? വിജയ് പൂച്ചി കണ്ണി പൂച്ചി. ഇത് കണ്ടോ, കരയുന്ന കണ്ടോ? നമ്മളെ പൂള് ക്യാൻസൽ ചെയ്തു കേട്ടോ. കഷ്ടം കരയാൻ. ഹലോ ഗായ്സ്, അപ്പൊ നമ്മള് ഇന്നലെ അല്ല ആക്ച്വലി ഇവിടെ വന്നിട്ട് എത്ര ദിവസമായി. നമ്മള് മലേഷ്യയിൽ പോലും പോയപ്പോ ഇത്ര ദിവസം നിന്നിട്ടില്ല. നമ്മള് വിഷു ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ രാജാക്കാടും പോയിട്ട്, രാജാക്കാട് പിന്നെ നമ്മള് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും നടന്നില്ല. നമുക്ക് ഇവിടെ എറണാകുളത്ത് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് നേരെ ഇഞ്ഞു വന്ന് അത് എന്താണ് ആവശ്യമെന്ന് നമ്മള് അടുത്ത വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നമ്മളിപ്പോ നിൽക്കുന്ന കാക്കനാടാണ്, എയർപോർട്ട് റോഡിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ 5 ദിവസത്തേക്ക് റൂം എടുത്തിരിക്കുന്നത്. 5 ദിവസത്തേക്ക് എടാ, നമ്മൾ വന്ന ദിവസം അത് കൗണ്ട് ചെയ്യും. പിന്നെ ഇന്നിപ്പം ഞായറായി, ശനിയായി, ഞായർ തിങ്കളാഴ്ച നമ്മളിവിടുന്ന് പോവാം. അങ്ങനെ കൂട്ടുവാണെങ്കിൽ 5 ദിവസമുണ്ട്. 5 ദിവസമാണ് നമ്മൾ ഈ ഹോട്ടൽ റൂം എടുത്തത്. അപ്പൊ ഈ 5 ദിവസം നമ്മൾ എറണാകുളത്ത് നിൽക്കി നമുക്ക് ഈ അതിനനുസരിച്ചുള്ള എന്തോ ഒരു പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അത് എന്താണെന്ന് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. സോ അതാണ്. ഇന്നലെ മെനയാന്നൊന്നും നമ്മൾ പുറത്തു പോലും ഇറങ്ങില്ല. ഞാൻ എഡിറ്റിംഗ് എന്നാണ്ട, ഞാനിവിടെ എഡിറ്റിംഗ് ചെയ്യുന്നത്. ഞാൻ പുറത്തു പോകും, ഫുഡൊക്കെ വാങ്ങും. നമ്മളെ ഈ ഒരു റൂമായിട്ട് എടുത്തത്. 5 ദിവസത്തേക്ക് എനിക്ക് ഈ റൂം ആയിരിക്കുന്ന 5800 രൂപയാണ്. അതും നമ്മുടെ ഈ എയർപോർട്ട് റോഡിൽ കാക്കനാട് എല്ലാം നമുക്ക് എല്ലാം ലുലുമാള് 3 കിലോമീറ്ററേ ഉള്ളൂ എല്ലായിടത്തും. അപ്പം 5 ദിവസത്തേക്ക് 5800 രൂപ കൈസ്. അത്യാവശ്യം അടിപൊളി റൂം, കിടിലം ബെഡ്, നല്ല AC, നല്ല അടിപൊളി വിശാലമായ വിൻഡോ, നല്ല റൂമാട്ടോ. ഈ ഭയങ്കര മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് ഞാൻ ബുക്ക് ചെയ്ത്. സോ നല്ല നല്ല ലാഭത്തിന് കിട്ടും. വർഷങ്ങൾക്ക് ശേഷം പണ്ട് ഞാനാണെങ്കിൽ അയാട്ടയ്ക്ക് പഠിക്കുമ്പോഴാണ് ലാസ്റ്റ് കൊച്ചി ലുലുമാളി വന്നത്. അതിൽ പിന്നെ വന്നിട്ടേ ഇല്ല. നീ എന്നാ വന്നേ? ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ +1 +2 പഠിക്കുമ്പോഴോ ആ സമയത്ത് എങ്ങനെ പോലും ഒരു 8 വർഷത്തിന് മേലെയായി. അമ്പും ഫസ്റ്റ് നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല. നേരെ ഇനി മാളിൽ പോയി ഫുഡ് കഴിക്കാം. അമ്പൂട്ടന്റെ ഉടുപ്പും നിന്റെ ഉടുപ്പും കൊള്ളാം. ഇത് എന്റെ ഉടുപ്പാണ്. ട്രിപ്പ് പോവാന്ന്. ഇത് എന്തൊരു പാട്. പിന്നെ എന്റെ ഉടുപ്പിട്ട എന്റെ ഉടുപ്പെന്ന് പറയണ്ടേ? ഇതിന്റെ കൂടെ നീ വെള്ളയും വാങ്ങിച്ചപ്പോൾ കുറ്റം പറഞ്ഞതാ. എന്നിട്ട് എടുത്ത് ഇട്ടേക്ക് നോക്കി. അടിപൊളി. എണീറ്റ്
അടിപൊളി അടിപൊളി. അമ്പ് പുറത്തിറങ്ങിയിട്ട് 2 ദിവസമായി. രണ്ടുപേരും നമ്മളെ വിളിച്ച ക്യാബ് CNG ആയിരുന്നു. കൊട്ടാ വെയിലത്ത് ഇറങ്ങി നിർത്ത് കുഞ്ഞുമായിട്ട്. അത്ര ഇല്ലെന്ന് തോന്നില്ലേ? ആ ട്രിവാൻഡ്രത്ത് ഇതിലും ചൂടാ തോന്നുന്നു. അല്ലടാ, നമ്മളെ ഈ അടിയിലല്ലോ നിക്കുന്നേ. നമ്മളെ വണ്ടിയാ, നമ്മളെ ഊബർ. നേരെ ഫുഡ് കോർട്ടല്ലേ നേരെ. ഈ സാധനം ഉണ്ടല്ലോ, ഇത് പണ്ട് നമ്മൾ ടൂർ വന്നപ്പോ തൊട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 10-ലും വന്നപ്പോഴും അതേപോലെ അയാട്ടയ്ക്ക് വന്നപ്പോഴും ഒക്കെ ഈ സാധനമാണ് മെയിൻ. ഓർമ്മയില്ല? ആണോ? എനിക്ക് അന്ന് തൊട്ട് ഓർമ്മയുണ്ട്. മലേഷ്യൻ ട്രിപ്പ് പ്രോത്സാഹനം ഇപ്പോൾ വിനയായിരിക്കുമെന്ന് തോന്നുന്നു. ഇവിടെ ഭയങ്കര മോഡൽ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തോണ്ടിരിക്കുക. കൊള്ളാം. നിന്റെ മോ ഇവിടെ അലമ്പ് കേട്ടോ. ആ ടീഷർട്ടാണ് ചെയ്ത് സൂപ്പർ സാധനം. ഇത് അടിപൊളി. ജീൻസിന്റെ കൂടെ ഒക്കെ ടക്കിൻ ചെയ്തിടാൻ സെറ്റ്. നല്ല തുണി. അത് കൊള്ളാം. ആ എന്താ സിനിമയുടെ പേരെന്തോ? ലിക്ക്. നമ്മുടെ പ്രദീപ് കുമാർ. പക്ഷെ അവന്റെ പേരെന്തായിരുന്നു? ആ, നമ്മുടെ ഡ്രാഗൺ. ഇന്ന് കടയിൽ നിന്ന് ഇറക്കി വിടും കേട്ടോ. ദൈവമേ, എന്റെ ദൈവമേ, സത്യം നമ്മൾ ഇറക്കി വിടും ഇങ്ങനെയാണെങ്കിൽ. തിരിച്ച് പ്രോത്സാഹിപ്പിച്ചു. തെറ്റാ ചെയ്തത്. നിന്നെ ചട്ടപ്പിൽ നോക്കിക്കൊണ്ട് നിന്നെ ശരിയാക്കി. നിലാപത്ത് അഴിച്ചു വിട്ട കോഴി. ചെരുപ്പില്ല നിങ്ങളാരും വഴക്ക് പറയില്ല. ചെരുപ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അവന് സൈസ് ആവുന്നില്ല. അങ്ങനെ ഊരി വെച്ച കേട്ടോ. നടക്ക നോക്കിയാണ്. എന്താണ് കുട്ടി? അത് കൊള്ളാം. ദോ പോന്നു. അമ്പു നോ, ഇവിടെ ഓടാം. ഇവിടെ ചട്ടപ്പി. അമ്പു ഇത് അലമാരല്ല ഇറക്കി വിടും. നമ്മളെ ചെക്കൂട്ടി വരും. ഡ്രസ്സ് കൊള്ളാം. നോ അത് അടിപൊളി. കൊള്ളാം. എന്താ കൊള്ളാം. അതെടുത്ത കൊള്ളാം. കംഫോർട്ട് ഇല്ലടാ. ഫസ്റ്റ് ടൈം ആട്ടോ കൊച്ചിയിലെ നമ്മുടെ ലുലു മാളിനകത്ത് PVR കയറുന്നത്. എന്തൊരു സ്പേസ് ആയാലും ഇവിടുത്തെ തിയേറ്റർ. അതുപോലെ അവിടുത്തെ കാട്ടി നല്ല കൂളിങ്ങും പിന്നെ അവിടെ ലൈറ്റൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ കേട്ടോ. ആ ഫുള്ള് റെഡ്. നമ്മള് ലിക്ക് എന്ന് പറഞ്ഞ മൂവിയായിട്ടാ കാണാൻ വേണ്ടി പോകുന്നത്. അമ്പോട്ടിന് സീറ്റൊന്നും എടുത്തില്ല. നിന്റെ എല്ലാം പോകുന്നത്. ഇനി തൊട്ട് 50 ടിക്കറ്റ് എടുക്കണമല്ലേ? എത്ര പ്രായം? ഒരു 5-6 വയസ്സൊക്കെ ആകുമ്പോ എടുക്കണം അമ്പൂന്. എനിക്കൊരു വാച്ച് വാങ്ങിച്ചു തരുമോ? വില കുറഞ്ഞ വാച്ച്. വെറും 15,26,000 ഉള്ളൂ. അല്ലാതുണ്ടെങ്കിൽ അത് വേണ്ട. 6,12,000 രൂപ ഒരെണ്ണമുണ്ട്. അല്ലെങ്കിൽ അതും വേണ്ട. 3 ലക്ഷത്തിന്റെങ്കിലും വാങ്ങിച്ചു തരുമോ? 500 എന്നാ ലുക്കാ നോക്കിയേ. ആ ഒരു ലുക്ക്. അത് വേ ഇത് വേ. ആൾക്കാർക്കൊക്കെ പൈസ ഒന്നും അല്ലാതായത്. എടാ പോടാ, സെലിബ്രിറ്റീസ് അത് അങ്ങനെ വാങ്ങാൻ കേൾപ്പുള്ളവർ വാങ്ങാൻ. അല്ല അത് അങ്ങനെ പറയല്ലേ. വാച്ചിന് അതിൻ്റെതായിട്ടുള്ള ബിൽഡ് ഉണ്ട്. അത്രയോ കുറെ നാള് കഴിഞ്ഞ ലിമിറ്റഡ് എഡിഷൻ ഒക്കെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അത്ര വില. ഇത് ഏത് ബ്രാൻഡ്? ഇത് ഏത് ബ്രാൻഡെന്ന് എനിക്കും പറഞ്ഞിട്ട് അറിയത്തില്ല. പക്ഷെ ഇത് ലൈറ്റ് അടച്ച് വാങ്ങാനല്ല നിറഞ്ഞാണോ? അതായിരിക്കും. പടത്തിന്റെ റിവ്യൂ റൂമിൽ പോയിട്ട് പറയാം കേസ്. ഇവിടെ IPL ലൈവായിട്ട് നടക്കുന്നത് കേട്ടോ. ചെന്നൈ ഇന്നും തോക്കൂടെ. ചെന്നൈ കരകയറാൻ പറ്റുന്നില്ല. ഞാൻ മുംബൈ ഫാനാ. നീ RCB അല്ലേ? കോഹ്ലി അല്ലേ? കോഹ്ലി RCB അല്ല. ഓ നല്ല ആള്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. നമ്മള് മുംബൈ. നമ്മള് സച്ചിനുള്ള കാലം തൊട്ട് നമ്മള് മുംബൈയാ. അല്ല സഞ്ജു IPL നമ്മൾ മുംബൈയാ. IPL നമ്മൾ സഞ്ജുവിന് ഇഷ്ടമാണെങ്കിലും സച്ചിൻ ഉള്ളപ്പോ തൊട്ട് നമ്മൾ മുംബൈയാ. ഹേ ഗൈസ്, അങ്ങനെ ലിക്ക്, അതായത് ലവ് ഇൻഷുറൻസ് കമ്പനി കെ ആണ്. ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ നയൻതാരയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വിഘ്നേഷ് ശിവൻ. അതല്ല, സോങ്, റൈറ്റർ, ഡയലോഗ്, സ്ക്രീൻ പ്ലേ
ഡയറക്ടർ റൈറ്റർ എല്ലാം എല്ലാം ഫുൾ ഒരു ഫുൾ ലിസ്റ്റ് പാട്ട് മാത്രം അനിരുദ്ധിന് കൊടുത്തത്. അത് പഴയ കുറച്ച് പാട്ട് എല്ലാം ഈ പടം ഒരു ഞാൻ കണ്ടതിൽ മറ്റേ ഈ പ്രദീപ് ചെയ്തിരിക്കുന്ന ഏറ്റവും വേസ്റ്റ് പടം. എന്റെ പൊന്നോ, സമയം അമ്പൂന് പോലും ഇഷ്ടപ്പെട്ടില്ല. നല്ല പടം കണ്ട അമ്പു അടങ്ങിയിരിക്കും. ഇന്ന് ഫുൾ അലമ്പായിരുന്നു. എന്റെ കൂടെ എന്റെ പുറത്ത് മൊത്തം പെടുത്തിട്ട് മുള്ളി ദേ കിടക്കുന്നവൻ കണ്ട പറയോ. ഉറക്കത്തിന്റെ എല്ലാം അവന് ഇഷ്ടപ്പെട്ടില്ല. അവൻ കണ്ടതേ ഇല്ല പടം. പൊട്ടപ്പടം കഴിച്ച് എന്തു പടത്തിനെ പറ്റി പറയുന്നത്. നിങ്ങൾക്ക് ഈ പടം കണ്ടിരിക്കാം, വേറൊന്നുമല്ല. അവരുടെ വിഷ്വൽസ്, അവരുടെ കോസ്റ്റ്യൂമുകൾ, എല്ലാം വെറൈറ്റി കോസ്റ്റ്യൂമുകളും ഗ്ലാസുകളും, പിന്നെ കുറെ 2040 നടക്കുന്ന കഥയാ. ഒരു ലോജിക്കും ഇല്ലാത്ത, ഒരിക്കലും അങ്ങനൊന്നും ആവത്തില്ല. എന്തൊരു പടവാ. കണ്ണു അമ്മ തന്നെ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത്. ലാസ്റ്റ് സിനിമ തീരുമ്പോ ഇതെല്ലാം എഴുതി കാണിച്ച് തീരുമ്പോ 2-3 ഡയലോഗ് ഉണ്ട്. എനിക്കത് മാത്രമേ ഇഷ്ടം. അത് കൊള്ളാം. പിന്നെ പാട്ട് കൊള്ളാം, ഡാൻസ് കുഴപ്പമില്ല. പാട്ട് കേട്ട പാട്ട് തന്നെ. പാട്ട് കേൾക്കാനാണെങ്കിൽ സ്പോട്ടിഫൈയിലുണ്ട്, കേട്ടാ പോയത്. എന്തിനാ പോയിരുന്ന് കണ്ട് സമയം കളഞ്ഞ ചുമ്മാ. സ്ക്രീനിൽ കാണാലോ. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്. പടം കൂറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ മൂഡ് പോകും ഗൈസ്. സോ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ട്രിവാൻഡ്രത്ത് നിൽക്കുന്നു എന്നുള്ളതിനൊരു സംഭവം ഉണ്ട്. പിന്നെ ഞാൻ അവിടെ എനിക്ക് ട്രിവാൻഡ്രത്ത് ചിന്തയുള്ളൂ. ആക്ച്വലി ഇത് ലുലുമാളി പോയപ്പോഴും റോഡിൽ കൂടെ പോകുമ്പോഴും എനിക്ക് ട്രിവാൻഡ്രം മിസ് ചെയ്യാം. അല്ലല്ല, സിനിമ കണ്ടിറങ്ങിയിട്ട് നമ്മൾ കാറ് എത്ര എനിക്ക് വീട്ടിൽ പോയിക്കൊള്ളാഞ്ഞു വയ്യ. കുറച്ച് ദിവസം അതിൽ ഇറങ്ങിയിട്ട് ഒരാഴ്ച കൂടുതലായില്ലേ. 6-ാം തീയതി ഇറങ്ങിയതോ. 6 ദിവസം കൂടുതലായി. അപ്പൊ എന്തായാലും അതെന്താണെന്ന് ഉടനെ അടുത്ത വീഡിയോ വരും. അല്ല ഞാൻ സർപ്രൈസ് ഇട്ടത് പൊളിയും. പക്ഷേ ഈ സർപ്രൈസാ. സോ അതെന്താണെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതെ ആ ഒരു സംഭവം കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. പലരും ചിലപ്പോൾ വിചാരിക്കും ബിസിനസ് വല്ലതും ആയിരിക്കും. ഒന്നുമല്ല കേട്ടോ. അത്രയും ചിന്തിച്ച പോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ അങ്ങനെ വിചാരിക്കും. എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ ഓരോന്നൊക്കെ കണ്ട് എനിക്കും താല്പര്യം വന്നൊരു കാര്യം. അതെ അത്രേ ഉള്ളൂ. അപ്പൊ ഗൈസ് അത്രേ ഉള്ളൂ. ബൈ. നമ്മൂടെ ഉറങ്ങുന്നോണ്ട് അങ്ങനെ ഒട്ടും കണ്ടിട്ടില്ല. ലവ് യു. സീ യു ടുമോറോ. സ്നക്കി ബ്ലൂം